ബോംബെയിൽ നമുക്ക് വേണ്ടി 10 ലക്ഷം രൂപയുടെ രത്നങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആൾ ചെന്ന് കൊണ്ടുപോകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിക്രമൻ ഇന്ന് തന്നെ പുറപ്പെടണം. കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ രഹസ്യമാർഗത്തിലൂടെ പോയാൽ മതിയാവും. ശരി. കസ്റ്റംസുകാർ എല്ലായിടത്തും കാവലുണ്ട്. വളരെ സൂക്ഷിക്കണം. ശരി. ബോംബെയിൽ നിന്ന് ഞാൻ എപ്പോഴാണ് പുറപ്പെടുന്നതെന്നും എങ്ങനെയാണ് എത്തിക്കുന്നതെന്നും എല്ലാം റാണിയെ അറിയിക്കാം. റാണി വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു കൊള്ളണം. ശരി സ്വാമിജി. അക്രമികളുടെ രഹസ്യ സങ്കേതം കണ്ടുപിടിക്കാൻ പോലീസുകാരുടെ സഹായം കൊണ്ട് മാത്രം പ്രയോജനപ്പെടുകയില്ല. മറ്റൊരാളെ എനിക്ക് തരണം. ആർക്കും ഒരു വിധത്തിലും സംശയം തോന്നാത്ത ആളായിരിക്കണം അത്. അതിന് നമ്മുടെ ബാഗുവരെ ഏർപ്പാട് ചെയ്ത പോലെ. കർണാടക ശരിയാണ് സാർ. പറ്റിയ ആളാണ്. വളരെ വിശ്വസ്തനുമാണ്. ആര്? കർണാനന്ദ്. പേരേ ഉള്ളൂ, വലിയ ആനന്ദമൊന്നുമില്ല. എന്നാലും അയാൾ നമ്മുടെ ആളാണ്. അപ്പോൾ ഈ കർണാനന്ദനെ എനിക്കൊന്ന് പരിചയപ്പെടണമല്ലോ. എവിടെയാണ് താമസം? അയാളുടെ താമസ സ്ഥലം അറിയാതെ പറ്റില്ല. അതുകൊണ്ടാണ്. കർണാനന്ദനെ പരിചയപ്പെടുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ പരിചയപ്പെടുത്തുവാൻ ഞാനും കൂടെ പറയാം. ഓഹോ, നീയായിരുന്നു. നടക്കേ. നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതാ, ഇതുപോലുള്ള ക്യാപ്സൂൾ ആയിരിക്കും അന്ന് ആ ട്രെയിനിൽ വെച്ച് പിടിച്ചവനും വിഴുങ്ങിയിട്ടുള്ളത്. ഇവിടത്തെ ടൈപ്പിസ്റ്റായി ജോലി നോക്കിക്കൊണ്ട് ഇവിടെ പറയുന്ന രഹസ്യങ്ങളെല്ലാം പുറത്തറിയിക്കുകയാണ് നിന്റെ ജോലി, അല്ലേ? പിടിയിൽപ്പെട്ടു പോയാൽ ഉടനെ വിഷം കഴിക്കുന്നത് ഈ കൂട്ടത്തിന്റെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവരുടെ ഏറ്റവും വലിയ ആയുധം വിഷമാണ്. പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, സ്വയം വിഷം കഴിക്കുക. വിഷജന്തുക്കളാണ് ഇവർ. ഇവിടെ ലോക്കപ്പിൽ അടയ്ക്കും. ഇവിടെ ലോക്കപ്പിൽ അടയ്ക്കുന്നുണ്ട്, പ്രയോജനമില്ല. ഇവൾ അറസ്റ്റ് ചെയ്ത വിവരം പുറത്തറിയിക്കാതെ ഇവൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വീട്ടുതടങ്കലിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. സംശയം തോന്നാത്ത രീതിയിൽ 2 സ്ത്രീ പോലീസുകാരെയും ഏർപ്പാട് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവളെ കാണാൻ ആരെല്ലാമാണ് അവിടെ വരുന്നത് നമുക്ക് കണ്ടുപിടിക്കുവാനും കഴിയും. ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. വേണം നടക്കേ. കിലുക്കാതെ കിലുങ്ങുന്ന കിലുക്കാം പെട്ടി നിൻ കിങ്ങിണി അരമണി എവിടെ?